നമുക്കിതൊരു 1.25 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 1.25. ആ ഒമിനി 2015 ഒമിനി. ആ നമുക്ക് 1,05,000 രൂപ ഫൈനൽ കൊടുക്കാം. 1.5 കൊടുക്കാം. ആ ഇപ്പം 35,000 രൂപ കൊടുക്കാം. 35,000 ഒമിനി 35,000 രൂപ. നമുക്കൊരു 28 രൂപ ഫൈനൽ കൊടുക്കാം. 25 രൂപ. 28,000 രൂപ. 28 രൂപ. ആ വണ്ടി നീറ്റാണ്. വണ്ടി വൃത്തിയായിട്ടുണ്ട്. നമുക്ക് 29 വരെ പേപ്പറുള്ള വണ്ടി വെറും 45,000 രൂപ കൊടുക്കാം. 45 രൂപ. AC വണ്ടി, MBFI വണ്ടി, കണ്ടീഷൻ വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ വണ്ടികളും മാറിയിട്ടുണ്ട്. പുതിയ ഒരുപാട് ബഡ്ജറ്റ് കാരുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ജെറിബ്രോ ഉണ്ട്. വീട്ടിലൂടെ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയാം, നമ്മൾ ബെസ്റ്റ് ചോയ്സ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. അപ്പം അത്യാവശ്യം നിങ്ങൾക്കറിയാം, നമ്മൾ ക്വാളിറ്റിയുള്ള വണ്ടികൾ അത്യാവശ്യം വിലക്കുറവ് കൊടുക്കാൻ പറ്റുമല്ലേ? നമ്മുടെ ഇപ്രാവശ്യം നമ്മുടെ വണ്ടികളുടെ കളക്ഷൻ അത്യാവശ്യം വന്നിട്ടുണ്ടോ? അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ചെറിയ ബഡ്ജറ്റ് മുതൽ വലിയ ബഡ്ജറ്റ് വരെയുള്ള വണ്ടി, പിന്നെ ഒരുവിധം കസ്റ്റമർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുള്ളൂ. അല്ലാത്ത ഓടാൻ പറ്റാത്തതോ വഴി കിടക്കുന്ന ടൈപ്പ് വണ്ടികളൊന്നും അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരില്ല. കണ്ടീഷൻ വണ്ടികളായിരിക്കും. എഞ്ചിൻ കണ്ടീഷൻ പക്കയായിരിക്കും. പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ അങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ കണ്ടീഷൻ വണ്ടിയിൽ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലോൺ ഏത് വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്? ലോൺ 2010 മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 വർഷവും കൊടുക്കാം. 2010. ഓക്കെ, അതുപോയിട്ട് ഇവിടെ നിങ്ങൾക്ക് RTO വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി വണ്ടിയുടെ പേര് മാറാനും വണ്ടിയുടെ റീടെസ്റ്റ് ചെയ്യാനും ഇൻഷുറൻസ് അതുപോലെ പൊല്യൂഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ഈ വണ്ടിയുടെ റീടെസ്റ്റ് നമുക്ക് ഓൾ ഓവർ കേരള ആർക്ക് വേണം ചെയ്യാൻ പറ്റും? അങ്ങനെയാണോ? ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരി, നമ്മുടെ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. ഫസ്റ്റ് വണ്ടി മാരുതി 800 ആണ്. 96 മോഡലാണ്. 29 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 29 വരെ പേപ്പർ വരുന്നത്. അതെ. ഓക്കെ, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി, ടയർ കണ്ടീഷൻ, അപ്പോൾസറി, ഓൾമോസ്റ്റ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പഴയ ടൈപ്പ് വണ്ടിക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓൾട്ടർ ചെയ്യാനൊക്കെ. ഇപ്പൊ ഈ പഴയ ടൈപ്പ് വണ്ടി ഡിമാൻഡ് ഉണ്ടല്ലേ? ഈ പഴയ ബോഡി നല്ല ഈ ലൈറ്റ്, സ്ക്വയർ ലൈറ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ ചോദിക്കാം, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വണ്ടി. അല്ല, എന്നെയും നമ്മുടെ കമന്റ് വഴി, അതായത് വാട്സാപ്പിലൊക്കെ വിളിച്ച് ചോദിക്കാം ഈ ടൈപ്പ് വണ്ടി കിട്ടുമോ. ഓക്കെ, വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇന്ത്യയിൽ കണ്ണ ക്വാളിറ്റി ഉണ്ടോ? സീറ്റ് വർക്ക് ഉണ്ട്, കണ്ണ ക്വാളിറ്റി ഉണ്ട്. നല്ല അത്യാവശ്യം വൃത്തിയുണ്ടല്ലോ ഇന്ത്യയിൽ. നല്ല വൃത്തിയുണ്ട്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. വണ്ടി നീറ്റാണ്. പിന്നെ കിലോമീറ്റർ നോക്കിയിട്ട് കാര്യമില്ല, നല്ല കണ്ടീഷൻ ആണല്ലോ വണ്ടി. വണ്ടി ഓടും, വേറെ പ്രശ്നമൊന്നുമില്ല. എത്രയ്ക്ക് കൊടുക്കാം? നമുക്കൊരു 28 രൂപ ഫൈനൽ കൊടുക്കാം. 25 രൂപ. 28,000 രൂപ. 28 രൂപ. 2000 മോഡൽ ഒമിനിയാണ്. 25 ഡിസംബർ വരെ പേപ്പർ ഉള്ള വണ്ടി. ഇത് വന്നിട്ട് ഒരു സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാളുടെ കൈ കിടന്നതാണ്. പുള്ളിക്കാരൻ സൗണ്ട്സ് ഒക്കെ കയറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. അങ്ങനെ ഒരു പർപ്പസിന് എടുക്കാം, ചെറിയ വിലയ്ക്ക് എടുക്കാം. 2000 വണ്ടി കാർബറേറ്റർ അല്ലേ? കാർബറേറ്റർ. പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ നീറ്റാണ്. MBFI പോലെ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? അതാണ് MBFI പോലെ നീറ്റാണ്. വേറെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. ആവറേജ് ക്വാളിറ്റി ഉള്ളല്ലേ വണ്ടിയുടെ ഇന്ത്യയിൽ? കാരണം സാധനം അടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അതെ, ആ ഒരു പർപ്പസിന് എടുത്താൽ മതി. അതെ. 2000 വണ്ടി എത്രയ്ക്ക് കൊടുക്കാം? 2000 വണ്ടി നമുക്ക് വെറും 35,000 രൂപ കൊടുക്കാം. 35,000 ഒമിനി 35,000 രൂപ. ഓക്കെ, കണ്ടീഷൻ വണ്ടിയാണല്ലോ. എഞ്ചിൻ ഒരു വിഷയമില്ല, ധൈര്യമായിട്ട് ഓടും. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ എങ്ങനെയാണ്? ഓൾട്ടോ LX ആണ്. 2007 ആണ്. 27 വരെ പേപ്പർ. 27 വരെ പേപ്പർ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് 3rd ആയി. കിലോമീറ്ററോ? കിലോമീറ്റർ 75,000. അല്ലേ? LX. AC ഒക്കെ വർക്കിംഗ് ആണ്. കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ചെറിയ ടച്ച് ആൻഡ് പോളിഷ് വേണ്ടി വരും അല്ലേ? അതെ. ഓക്കെ, വണ്ടി ഇന്ത്യൻ കണ്ടീഷൻ കുഴപ്പമില്ല. AC വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? AC വർക്കിംഗ് ആണ്. 2007 വണ്ടി 27 പേപ്പർ വരുന്നുണ്ട്. വേറെ 27 വേറെ പ്രശ്നം. AC വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. LX മാത്രമേ ഉള്ളൂ. എത്രയ്ക്ക് കൊടുക്കാം? ഒരു 68,000 രൂപ ഫൈനൽ കൊടുക്കാം. 68 കൊടുക്കാം. 2007 വണ്ടി, 27 വരെ പേപ്പറുള്ള AC വണ്ടി. കണ്ടീഷൻ വണ്ടിയാണല്ലോ? പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. മാരുതി 800 5 സ്പീഡ് എഞ്ചിനാണ്. AC വണ്ടിയാണ്. 5 സ്പീഡാണ്. നല്ല ബോഡി ക്വാളിറ്റി, ടയർ ന്യൂ പുത്തൻ ടയർ, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. AC വർക്കിംഗും ആണ്. ടയർ പുതിയ ടയറല്ലേ കിടക്കുന്നത്? അതെ. ഓക്കെ, MBFI AC, കാരണം 5 സ്പീഡ് ആകുമ്പോൾ MBFI ആയിരിക്കും. MBFI ആണ്. സെക്കൻഡ് ഓണറും ആണ്. മോഡൽ ഏതാ? മോഡല് 2001 ആണ്. 29 വരെ പേപ്പർ ഉള്ള വണ്ടി. 29 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 5 വർഷത്തോളം പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ട് വേറെ പ്രശ്നമില്ല, കാരണം റീടെസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. ബോഡി ക്വാളിറ്റി ഉണ്ട്, ബോഡി ക്വാളിറ്റി ഉണ്ട്, മെക്കാനിക് കണ്ടീഷൻ ഓക്കെ ആണ്. MBFI ആണ്. നല്ല മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ്. വണ്ടിയുടെ ഇന്ത്യയിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സീറ്റ് വർക്ക് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടി, ഒരു കുഴപ്പമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, എഞ്ചിൻ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ 5 സ്പീഡ് ഓടിക്കാൻ കുറച്ച് പവർഫുൾ ആണല്ലേ, മൈലേജ് കൂടുതൽ കിട്ടും, നല്ല മൈലേജും ആണ്. നമുക്ക് 29 വരെ പേപ്പറുള്ള വണ്ടി വെറും 45,000 രൂപ കൊടുക്കാം. 45 രൂപ. AC വണ്ടി, MBFI വണ്ടി, കണ്ടീഷൻ വണ്ടി.
ഫോർഡ് ഫിഗോ 2010 പെട്രോളാണ്, സിംഗിൾ ഓണർ വണ്ടി, 98,000 കിലോമീറ്റർ. അതായത് 10 വണ്ടി. ഇപ്പോൾ ടെസ്റ്റ് സമയമായ ടെസ്റ്റ് കഴിഞ്ഞാൽ ടെസ്റ്റിന് സെപ്റ്റംബറിലൊക്കെ ഉള്ളൂ. ഓക്കെ, വണ്ടിയുടെ ചെറിയൊരു ടച്ചപ്പ് ഉണ്ട്, ബോഡി ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം. പക്ഷെ വണ്ടി ഓടും, AC കാര്യങ്ങളെല്ലാം പക്കയാണ്, ടയർ ഓക്കെയാണ്. ടച്ച് ആൻഡ് പോളിഷ് മെയിനായിട്ട് ഇവിടെ മാത്രം ബോണറ്റ് മാത്രം വേണ്ടി വരും അല്ലേ? അതെ, ബാക്കിയുള്ള ഭാഗങ്ങൾ കുഴപ്പമില്ല, ബാക്കി ബോഡിയൊക്കെ ഓക്കെയാണ്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. പെട്രോൾ വണ്ടിയാണോ? പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ട്രിവാൻഡ്രം വണ്ടിയാണ്, ഫിഗോ. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷനൊക്കെ നീറ്റായിട്ട് പോണ്ട്, സീറ്റുകളുണ്ട്. ഇത് ടോപ്പിൻ്റെ വണ്ടിയാണോ? ഓക്കെ, ബിൽറ്റ് സീറ്റ്, AC പോസ്റ്ററിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഇതെല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്, AC വരെ വർക്കിംഗ് ആണ്, ഓടിക്കാനും നീറ്റാണ്. പക്ഷേ ഫ്രണ്ട് ബോണറ്റ് കൂടെ തെറ്റിച്ചപ്പോൾ ക്ലിയർ ആവും അല്ലേ? അതെ. എത്ര കൊടുക്കാം? 75,000 രൂപ കൊടുക്കാം, 75 ഓഫർ പ്രൈസ്. അപ്പോൾ അടുത്ത വണ്ടി 2010 ആണ്, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. 10 സ്പാർക്ക് അല്ലേ? സ്പാർക്ക്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ആയി, കിലോമീറ്റർ 58,000 കിലോമീറ്റർ. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കണ്ടീഷൻ വണ്ടി തന്നെയാണോ? കൊള്ളാം. ഓക്കെ, എൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റാണ്, വേറെ ഡെൻ്റൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ ആവറേജേ ഉള്ളൂ. ഓക്കെ, ഷവർലെ സ്പാർക്ക്, ഇന്ത്യൻ കണ്ടീഷൻ. ഈ കാണുന്ന സീറ്റ് വർക്ക് നീറ്റായിട്ട് പോകണ്ടല്ലേ? ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു വിഷയമില്ല. ഓക്കെ, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലേ? അതെ. ഇത് 10 ഷവർലെ സ്പാർക്ക് കണ്ടീഷൻ വണ്ടിയല്ലേ? AC എല്ലാം വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. എത്ര കൊടുക്കാം നമുക്ക്? 59,000 രൂപ കൊടുക്കാം. 59 കൊടുക്കാം. ടെസ്റ്റ് ഈ വർഷം എപ്പോഴും വരും? ലാസ്റ്റേ ഉള്ളൂ. അപ്പോൾ അടുത്ത വണ്ടി 2009 ഇൻഡിഗോ, സെക്കൻഡ് ഓണർ, 1,13,000 കിലോമീറ്റർ ഓടി. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടി, 29 വരെ പേപ്പർ ഉള്ള വണ്ടി. ടാറ്റ ഇൻഡിഗോ അല്ലേ? അതെ. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി നീറ്റാണ്. ഓക്കെ, ഡീസൽ വണ്ടി ഓടിക്കാനൊന്നും വേറെ പ്രശ്നമില്ല. ഡീസൽ വണ്ടിയാണ്, ഇന്റീരിയർ പക്കയാണ്, AC കൂളിംഗ് ഉണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടിക്ക്? ഒരു വിഷയം. ഓക്കെ, ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്, ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. AC യും പവർ സ്റ്റിയറിംഗും മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ, വർക്ക് ചെയ്യുന്നുണ്ട് AC? എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം ടാറ്റ ഇൻഡിഗോ? നമുക്കിതൊരു 75,000 രൂപ ഫൈനൽ കൊടുക്കാം. 2009 29 വരെ പേപ്പർ ഉള്ള വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി i20 പെട്രോൾ വണ്ടി. 2009 ആണ്, 29 വരെ പേപ്പർ ഉള്ള വണ്ടി. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി കൊള്ളാം, ഓടിക്കാനൊക്കെ ഓക്കെയാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ബോഡിയൊക്കെ നീറ്റ് ആണല്ലേ? മെക്കാനിക് കണ്ടീഷനും കൊള്ളാം, സ്ക്രാച്ച് ഔട്ട് ഒന്നും കാണുന്നില്ല. ഇല്ല. ഓക്കെ, കിലോമീറ്റർ ഡ്രൈവർ അതിൻ്റെ കിലോമീറ്റർ 1 lakh അടുപ്പിച്ച് ഓടി. ഓക്കെ, 1 ലക്ഷം മതി അല്ലേ? ഓക്കെ, വണ്ടിയുടെ വേരിൻ്റെ ഏതായിരുന്നു ഇത്? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ്, അവിടെ സീറ്റുകളുണ്ട്, വൃത്തിയായിട്ടുണ്ട്. വണ്ടിയുടെ പഴക്കത്തിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളേ ഉള്ളൂ. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ അതെ. i20 പെട്രോൾ എത്ര കൊടുക്കാം നമുക്ക്? നമുക്കിതൊരു 1.25 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 1.25. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ ഒരു വിഷയമില്ല. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 2011 LXi ആണ്. 11 വണ്ടി? 11 ആണ്. LXi. AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ വരുന്നുണ്ട്. അപ്പോൾ 26 പേപ്പർ വരുന്നുണ്ടല്ലേ? ഉണ്ട്. വേറെ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. വേറെ ഇത് ഒറിജിനൽ പെയിൻ്റാണ് തോന്നുന്നല്ലേ? അതെ അതെ, കമ്പനി പെയിൻ്റാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, കുഴപ്പമില്ല. ഫ്രണ്ടിൽ പുതിയതാണ്. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും സീറ്റ് കവർ നല്ല വൃത്തിയായിട്ടുണ്ട്, ഫ്രണ്ടും നീറ്റാണ്. AC വരുന്നുണ്ട്, AC യും പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? വർക്കിംഗ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി അല്ലേ? അതായത് ഫ്രണ്ട് ടയർ പുതിയതാണ്, ബാക്കിൽ ആവറേജ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, വണ്ടി കാണാനും വൃത്തിയുണ്ട്. വേറെ എഞ്ചിൻ കണ്ടീഷൻ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു വിഷയമില്ല. ഇപ്പം സെക്കൻഡ് ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. അതെ. എത്ര രൂപ കൊടുക്കും? 1,25,000 രൂപ കൊടുക്കാം, 1.10 വരെ ലോണും കൊടുക്കാം. 15,000 രൂപ ഉണ്ടെങ്കിൽ വേണ്ടി. ഈ വണ്ടികളൊക്കെ നമുക്ക് എടുത്തിട്ട് വരെ പണിയില്ലല്ലേ? കണ്ടീഷൻ വണ്ടിയിലാണ്, എടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അല്പം വില വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ക്വാളിറ്റി വലിയൊരു വിലയെന്ന് പറയാനില്ല, മാക്സിമം കുറഞ്ഞ റേറ്റ് ആണ്. 2011 LXi ആണ്, 2009 ഒമിനിയാണ്, 29 വരെ പേപ്പർ, തേർഡ് ഓണർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, മെക്കാനിക് കണ്ടീഷൻ ഓക്കെ ആണ്. MBFI ആണ് വണ്ടി. MBFI ആണല്ലേ? 2009 വണ്ടി, MBFI വണ്ടി, 29 വരെ പേപ്പർ ഉള്ള. ബോഡിയും ക്വാളിറ്റി ഉണ്ടല്ലോ, ടയറും കൊള്ളാം കേട്ടോ, വണ്ടി കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ഇന്ത്യയുടെ കണ്ടീഷനൊക്കെ നീറ്റായിട്ട് പോകുന്നുണ്ട്, വണ്ടി കുഴപ്പമില്ലല്ലോ? ഇല്ല. 2009 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് തേർഡ് ആണ്, കിലോമീറ്റർ ഏകദേശം ഒരു 1 ലക്ഷം അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി കൊള്ളാം, വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ആലുവയിൽ നിന്ന് ഓടി വന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കാം?
നമുക്ക് 1,05,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,500 കൊടുക്കാം. അടുത്ത വണ്ടി സാൻഡ്രോ പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്, അലോയ് വരുന്നുണ്ട്, 28 വരെ പേപ്പറും ഉണ്ട്. മോഡലോ 2008 ആണ്. 2008 വരെ 28 പേപ്പർ വരുന്നുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 77,000 കിലോമീറ്റർ. 77,000 കിലോമീറ്റർ. അലോയ്സ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഗുഡാണ്. ഓക്കെ, ബോഡി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? വിഷയമില്ല. വണ്ടി ഓടിക്കാനും മെക്കാനിക് കണ്ടീഷനും എല്ലാം നീറ്റാണ്. ഓക്കെ, അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. KS1 വണ്ടി. ഓക്കെ, നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഫാബ്രിക്കാണ്, ഫ്രണ്ടിൽ കവറുണ്ട്. ഓക്കെ, AC-യും പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ടല്ലേ? ഓക്കെ, ഇതെല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ സാൻഡ്രോ എത്ര കൊടുക്കാം നമുക്ക്? 1,05,000 രൂപ ഫൈനൽ കൊടുക്കാം. അലോയ്സ് ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി, AC ഒക്കെ വർക്കിംഗ് ആണ്. എഞ്ചിൻ പ്രശ്നമൊന്നും വേറെ വിഷയമൊന്നുമില്ല. കണ്ടീഷൻ വണ്ടി 1,500. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി ഒമിനി 2015 ആണ്. 15 വണ്ടി. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര? ഓണർഷിപ്പ് 4th ആയി. കിലോമീറ്റർ 1 lakh അടുപ്പിച്ച് ഓടി. ഫ്രണ്ട് ടയർ പുതിയതാണ്, ബാക്ക് ആവറേജ്. പക്ഷേ ബോഡിയൊക്കെ നീറ്റ് എടുപ്പുണ്ടല്ലേ? ഡെൻ്റ് ഒന്നും ഇല്ല. ഓക്കെ, വൃത്തിയായിരിപ്പുണ്ട് കേട്ടോ. വണ്ടി ഷേപ്പ് ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല കാണുന്നതിൽ. എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണല്ലോ ബ്രോ? ആണ്. ഓക്കെ, ഇന്റീരിയറും നല്ല വൃത്തിയായിട്ടുണ്ട്. അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ്. ഫിനാൻസ് ഒക്കെ ഇട്ട് എടുക്കാൻ പറ്റിയ ഫാമിലി വേണം, ഉപയോഗത്തിന് ഉപയോഗിക്കാം, സാധനം വേണം എടുക്കാം. കാരണം വണ്ടി വൃത്തിയായിരിക്കും. ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട്. 15 വണ്ടിയല്ലേ, അപ്പം ഒരുപാട് പഴക്കമുള്ളതല്ലോ. അപ്പോൾ എങ്ങനെ വില വരുന്നത്? നമുക്ക് 1,85,000 രൂപ ഫൈനൽ ഇട്ടേ കൊടുക്കാം. 1,85. 1.5 രൂപ വരെ ലോണും കൊടുക്കാം. 2015 മോഡൽ 15 വണ്ടിയാണ്. ഒമിനി അല്പം ഡിമാൻഡ് ഉള്ളതാണല്ലേ? അതെ. അപ്പോൾ ചെറുപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മഴ തുടങ്ങി, രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ കുറേ വണ്ടിയിൽ കുറേ സ്റ്റോക്ക് കിടപ്പുണ്ട്. നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം. കാരണം മഴ ഇല്ലാത്ത പ്രശ്നം മേടിക്കാം, അല്ല നടക്കുകയുള്ളൂ. ശരി, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.